ഉറപ്പായി. ആദ്യം വടക്കൻ കേരളത്തിൽ ചുറ്റി നടന്ന ഞങ്ങൾ തെക്കൻ നാടിന്റെ പ്രാതിനിധ്യവും തേടി ആദ്യം എത്തിയത് തിരുവിതാംകൂറിന്റെ തട്ടകത്തിലെ ഉയരക്കേമന്റെ മുന്നിൽ തന്നെയായിരുന്നു എന്നതും യാദൃച്ഛികം. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആനകളുള്ള ഗ്രാമത്തിലെ പുത്തൻകുളം അനന്തപത്മനാഭനുമായി പുത്തൻകുളം ഷാജിയുടെ ആനത്താവളത്തിൽ നിന്നാണ് തെക്കൻ കേരള പര്യടനം തുടങ്ങുന്നത്. ശ്രീകുമാർ അരൂക്കുറ്റിയുടെ E4 എലിഫൻ്റ് 200 എപ്പിസോഡ് പിന്നിട്ടു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ മിക്കവാറുമുള്ള എപ്പിസോഡുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡായിട്ട് ആനയെക്കുറിച്ച് അറിയുവാനും ആനയുടെ ബിഹേവിയർ, ആനയുടെ നമുക്ക് ഇതുവരെയൊക്കെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ശ്രീകുമാർ നമ്മുടെ മുൻപിൽ തുറന്നു തന്നു. 200 എപ്പിസോഡൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പിന്നിലുള്ള സ്ട്രെയിന് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നാട്ടിലെ ആനകളെക്കുറിച്ച് ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഇതുപോലൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കാട്ടിലെ ആനകളും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം, അതിൻ്റെ ജീവിത രീതികളും ഇത് ഇടയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് വേണ്ടി അതുകൂടെ പിക്ചറൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്തെങ്കിലേ ഈ ആനകൾ അവരുടെ ഏത് രീതിയിലാണ് ആനകൾ നമ്മുടെ നാട്ടിൽ നീങ്ങുന്നത് അല്ലെങ്കിൽ കാട്ടിൽ നീങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി മനുഷ്യർക്ക് മനസ്സിലാകുകയുള്ളൂ. 200 എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇതിൽ കൂടുതൽ എപ്പിസോഡുകൾ ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഒരാളെത്തി. അന്നുവരെ ഞങ്ങൾ കാര്യമായൊന്നും കേട്ടിട്ടില്ലാതിരുന്ന ഒരാനത്താൻ. പക്ഷെ അവൻ്റെ വരവ് തന്നെ ഒരു പൊളിച്ചെഴുത്തുമായിട്ടായിരുന്നു. തടിപ്പണി അഥവാ വൻമരങ്ങളുമായുള്ള മൽപ്പിടുത്തം ആനകളെ സംബന്ധിച്ചിടത്തോളം ചോര നീരാക്കുന്ന ദുരിതപർവം തന്നെയാണെന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള സാമാന്യജനത്തിൻ്റെ ധാരണകളെ കീഴ്മേൽ മറിച്ച ഒരാന തൊഴിലാളി. അവനായിരുന്നു സാജ് പ്രസാദ്. കണ്ട അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലുമൊക്കെ ഇക്കാണായ വെയിലും പൊടിയും ഉറക്കമിളപ്പും സഹിച്ച് വല്ലവർക്കും വേണ്ടി തലയും പൊക്കിപ്പിടിച്ച് തടി കേടാക്കുന്നതിലും ഭേദം അറിയാവുന്ന ഒരു പണി, അതിപ്പോ തടിപ്പണി തന്നെ ആയിരുന്നാലും അന്തസ്സോടെ ചെയ്ത് മാന്യമായി ജീവിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരാനപ്പിറവി. അതെ, പെരുമ്പുളിശ്ശേരിയിലെ സാജ് ടിമ്പേഴ്സ് ഉടമയായ കുമാരേട്ടൻ്റെ സാജ് പ്രസാദിന് തടിയും മരവുമൊക്കെ വെറും കളിപ്പാട്ടങ്ങളായിരുന്നു. ഒരു പൂവ് നുള്ളിയെടുക്കുമ്പോൾ പോലും പൂവറിയാതെ, പൂവിന് നോവാതെ വേണം അത് ചെയ്യുവാൻ എന്നതിന് സമാനമായ ചിന്തയോടെ വൻമരങ്ങളെ എടുത്ത് തൻ്റെ കയ്യൊതുക്കം കൊണ്ട് അമ്മാനമാടിയവൻ. പക്ഷേ ആനക്കാഴ്ചകളുടെ ഈ അപൂർവ ലോകത്തു നിന്നും, അത്ഭുത സമസ്യകളുടെ അക്ഷയഖനിയിൽ നിന്നും മെല്ലെ മെല്ലെ പിൻവാങ്ങുമ്പോൾ ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ച മുഖങ്ങളിൽ ഒന്നും അവൻ്റേതു തന്നെയായിരുന്നു. ലഭ്യമായ ചികിത്സകളെല്ലാം അവന് വേണ്ടി തേടിപ്പിടിക്കുവാൻ തക്ക നല്ലവനായ ഒരു ഉടമയുടെ സന്മനസ്സും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നിട്ടും ആനകളുടെ പേടിസ്വപ്നമായ എരണ്ടക്കെട്ട് നിമിത്തമായിരുന്നു സാജ് പ്രസാദിന്റെ വിയോഗം. ഒരിക്കലും ഞങ്ങൾക്കത് മറക്കാൻ കഴിയില്ല. ലോകത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു മൃഗത്തെക്കുറിച്ചിട്ട് ഇത്രയും ജനപ്രിയമായിട്ടുള്ള ഒരു എപ്പിസോഡ് പിടിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. E4 എലിഫൻ്റ് ഇത്തരം ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിലൂടെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ആനകളെ കുറിച്ചിട്ട്
വളരെ അറിയാൻ സാധിച്ചു. അത് അത്തരം ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ജനങ്ങൾ ആനയുടെ ആരാധകരായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് E4 എലിഫൻറ്റിന് ഈ 200ാം എപ്പിസോഡ് തയ്ക്കുന്ന ഈ സമയത്ത് കേരള എലിഫൻ്റ് ഓണേഴ്സ് ഫെഡറേഷൻ്റെ എല്ലാവിധ ആശംസകളും ആശംസിക്കുകയാണ്. മലയാള മണ്ണിൽ തന്നെ പേരും പ്രശസ്തിയും ആർജിച്ച ഏറ്റവും അധികം ആനകൾ ഒന്നിച്ചു വാഴുന്ന തറവാട്, മറ്റൊരർത്ഥത്തിൽ ആനത്തറവാട്. പാലക്കാട് ജില്ലയിലെ മംഗലാംകുന്ന് തറവാട്ടിലെ ത്രിമൂർത്തികൾ മുമ്പും പിറകുമായിട്ടെന്ന പോലെ പരസ്പരം വാലും പിടിച്ച് ഒന്നിച്ചാണ് ആനക്കാഴ്ചകളുടെ കളിയരങ്ങിലേക്ക് രംഗപ്രവേശം ചെയ്തത്. ആദ്യം ആനക്കേരളത്തിലെ തന്നെ ആഠ്യൻ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മംഗലാംകുന്ന് ഗണപതി, പിന്നാലെ ആനക്കമ്പക്കാരുടെ മാനസപുത്രനും തലയെടുപ്പിന്റെ തലതൊട്ടപ്പനുമായ മംഗലാംകുന്ന് കർണൻ. തലപ്പൊക്ക മത്സരവേദികളിലെ കർണന്റെ വിജയഭേരികളുടെയും അപ്രതീക്ഷിത വീഴ്ചകളുടെയും കഥകൾ, ഒരു 2020 മത്സരം പോലെ ഉശിരു പകർന്ന ഗാഥകൾ ജനത്തിനെ തികച്ചും ആവേശം കൊള്ളിച്ചിട്ടുണ്ടാവണം. പിന്നീട് മംഗലാംകുന്ന് അയ്യപ്പന്റെ ഊഴവുമെത്തി. വടക്ക് നിന്നും വന്ന് പൊടുന്നനെ എന്നോണം ഔന്നത്യങ്ങളിലേക്ക് പടർന്നു പൊന്തുകയും രക്തം ഉറഞ്ഞു പോകുന്ന 2 കൊലപാതകങ്ങളിലൂടെ ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുകയും ചെയ്ത അയ്യപ്പൻ. മംഗലാംകുന്നിലെ ചേട്ടന്മാർ ജനത്തിന്റെ മനസ്സ് കവർന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പിന്നെ ആനകളിൽ നിന്നും ആനപ്പാപ്പാനിലേക്ക് ഒരു വഴിമാറ്റം. ആനപ്പാപ്പാന്മാർക്കിടയിലെ ചങ്കുറപ്പിന്റെ പ്രതീകമെന്ന് പറയാവുന്ന വേലായുധൻ. ശരീരത്തിൽ ഒടിയാത്ത അസ്ഥികൾ ഏതെങ്കിലും ഉണ്ടോ എന്നറിയാൻ എക്സ്റേ എടുത്ത് നോക്കണമെന്ന് പറയാവുന്ന കടുവ വേലായുധൻ. കള്ളുകുടിയന്മാരെന്ന് ആനപ്പാപ്പാന്മാരെ അടച്ചാക്ഷേപിക്കാൻ വെമ്പുന്ന പൊതുസമൂഹം ഈ ആൺപിറപ്പിന്റെ മുന്നിൽ കണ്ണും മിഴിച്ചിരുന്നു പോയെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. ആനത്താരങ്ങളെ പോലെ വേലായുധനും അതോടെ ഉത്സവ നഗരികളിലെ വീരപുരുഷനായി തീരുകയും ചെയ്തു. രക്തബന്ധങ്ങളും ബന്ധങ്ങളുടെ കെട്ടുപാടുകളും നമ്മൾ മനുഷ്യരെ പോലെ ആനകളുടെ മനസ്സുകളെയും സ്പർശിക്കാറുണ്ടോ? കൂടപ്പിറപ്പുകളുടെയും സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുടെയും വേദനകളും ആകുലതകളും ആന മനസ്സുകളെയും അലട്ടാറുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ചിറക്കൽ മഹാദേവനും അവന്റെ മകൻ വിഷ്ണുവും. ആൻഡമാനിൽ നിന്നും കപ്പലേറിയെത്തിയ അച്ഛനും മകനും കടൽ തിരകളിൽ കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ അന്നേ വരെ കാണാത്ത അറിയാത്ത വൻകര തേടിയുള്ള യാത്രയിൽ അച്ഛൻ്റെ ദേഹത്തൊട്ടിപ്പിടിച്ചു നിന്ന് എന്നെ കൈവിട്ടുകളയല്ലേ അച്ഛാ എന്ന് പറയാതെ പറഞ്ഞ ആനക്കുരുന്ന്. വൻകരയിലെ കൊച്ചു കേരളത്തിലെത്തിയപ്പോഴും അവൻ അച്ഛനോട് ഒട്ടിത്തന്നെ നിന്നു. പക്ഷേ ആനപ്പിറവികൾക്കിടയിലെ അധികപ്പറ്റെന്ന് വിളിക്കാവുന്ന മോഴക്കുട്ടിയായത് അവന്റെ ജാതകദോഷം. അച്ഛന്റെ ചുറ്റുവട്ടത്തു നിന്നും എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ അല്ലെങ്കിൽ മാറ്റുമ്പോൾ വാവിട്ട് കരയുമായിരുന്ന ആനക്കുട്ടി. മകന്റെ വലിയ വായിലുള്ള കരച്ചിലിനു മുന്നിൽ നിസ്സഹായനായി കണ്ണീരൊഴുക്കാൻ മാത്രം വിധിക്കപ്പെട്ട അച്ഛൻ. ഞങ്ങളുടെ ചിത്രീകരണത്തിനിടയിൽ അവരുടെ ഹൃദയബന്ധത്തിന്റെ ആഴവും പരപ്പും അറിയാൻ വെറുതെ ഒന്ന് അവരെ അകറ്റിയപ്പോഴും വലിയ വായിൽ വാവിട്ട് കരഞ്ഞ കൊച്ചു വിഷ്ണുവിന്റെ ശബ്ദം ഇന്നും ഞങ്ങളുടെ കാതിലുണ്ട്. പക്ഷേ പലവട്ടം തമ്മിൽ പിരിക്കപ്പെട്ടിട്ടും പിന്നെയും ഒത്തുചേരാൻ യോഗമുണ്ടായ ആ അച്ഛനും മകനും അവസാനം വിഷ്ണു എന്ന മോഴക്കുട്ടി തൃശ്ശൂരിൽ നിന്നും വിറ്റ് തിരുവനന്തപുരത്തെത്തി. പക്ഷേ ഇപ്പോൾ അവൻ ജീവനോടെ ഇല്ല എന്നതും അധികമാർക്കും അറിയാത്ത കഥ.
ആ